നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് 12 വീഡിയോകളിലായിട്ട് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരെ പ്രത്യേകം വിഷയങ്ങളായി വിശദമായി പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞിരുന്നു. ഋഷിപ്രോക്തം കുടുംബാംഗങ്ങളിലെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ 2024 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ ഒന്ന് പറയാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി 2024 പണം ചെലവിടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. പണയ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനും സാമ്പത്തിക ബാധ്യതകളൊക്കെ നികത്തുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും 2024 ചോതി നക്ഷത്രക്കാർക്ക് വന്നേക്കാം. തൊഴിൽ അന്വേഷിച്ചൊക്കെ ഇരിക്കുന്ന തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് 2024 വളരെ ഗംഭീര വർഷമാണ്. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതൊക്കെ തീരുമാനത്തിലെത്താനുള്ള സാഹചര്യമുണ്ട്. വ്യവഹാര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുമോദനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്ന ചോതി നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹാരം കാണാനുള്ള അവസരങ്ങളും വരാം. പെരുമാറ്റത്തിലൊക്കെ കൃത്രിമത്വം സൃഷ്ടിക്കുക വഴി വിരോധമൊക്കെ സമ്പാദിക്കാനുള്ള സാഹചര്യമുണ്ട്. വാക്കും പെരുമാറ്റവും ഒക്കെ ഒന്ന് കരുതുക. ബന്ധുജനങ്ങളുടെയൊക്കെ ഇഷ്ടം നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരായിട്ടുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉന്നത സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് മറ്റുള്ളവരുടെയൊക്കെ സഹായം തേടേണ്ട സാഹചര്യവും വന്നേക്കാം. കുടുംബാംഗങ്ങളോടൊത്ത് വിനോദ പരിപാടികളിലും കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളും വന്നേക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനുമായി ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ധാരാപുറകുകളൊക്കെ കടുംബായുസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, കൂളത്തല സമർപ്പിക്കുക. ഇതൊക്കെ ദോഷഫലത്തെ ഇല്ലാതാക്കുന്നതാണ്, ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ ചോതി നക്ഷത്രക്കാർക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമയമാകട്ടെ 2024 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.